ഹലോ! ബിഗ് ബോസിലെ നോറയെ കാണുമ്പോൾ നമുക്കൊരു അവാർഡ് സിനിമയിലെ നായികയുടെ ഫീലാണ് കിട്ടുന്നത്. ആ മ്യൂസിക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഒരു കാര്യത്തിലും നോറയ്ക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാറില്ല. നോറ ഒരു നെഗറ്റീവ് മൈൻഡഡ് ക്യാരക്ടറായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്ത് കാര്യം വന്നാലും അവിടെ ഒരു പ്രശ്നം കക്ഷി കണ്ടെത്തും. അത് എത്ര പോസിറ്റീവ് കാര്യമാണെങ്കിലും അതിനിടയിൽ ഒരു നെഗറ്റീവ് കണ്ടെത്താൻ നോറയ്ക്ക് ഭയങ്കര മിടുക്കാണ്. പകുതി വെള്ളം നിറച്ച ഗ്ലാസ് കണ്ടാൽ ചിലർ പറയാതെ ഒരു പകുതി നിറഞ്ഞ ഗ്ലാസ് ആണെന്ന്, ചിലർ പറയും പകുതി ഒഴിഞ്ഞ ഗ്ലാസ് ആണെന്ന്. നോറയ്ക്ക് എപ്പോൾ കണ്ടാലും നോറ പകുതി ഒഴിഞ്ഞ ഗ്ലാസ് ആണെന്നേ പറയൂ. ആ നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നോറ ടാസ്കുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു രസം തോന്നാറില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ടാസ്ക് വന്നത് നോറയ്ക്കും ജിൻഡോയ്ക്കുമായിട്ടാണ്. രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചരട് കൊണ്ട് ബന്ധിച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ച് നടക്കുക എന്നായിരുന്നു ടാസ്ക്. ഇപ്പൊ നോറയെ പറഞ്ഞ പോലെ തന്നെ ജിൻഡോയെ കാണുമ്പോൾ നമുക്ക് ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ പരിവേഷമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എല്ലാവരും കൂടെ നോറ ചെയ്യുന്ന അതേ സ്ട്രാറ്റജി ജിൻഡോ ഉപയോഗിക്കുന്നുണ്ട്. ജിൻഡോ മറ്റൊരു രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. തന്നെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണ് എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ജിൻഡോ ശ്രമിക്കുന്നുണ്ട്. ജിൻഡോയുടെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ ജിൻഡോയുടെ ഗുരു ഡോക്ടർ രജത് കുമാർ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കണം ഇങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ പ്രേക്ഷകർക്കിടയിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടും, അങ്ങനെ അവിടെ തുടരാമെന്നുണ്ട്. എന്തായാലും ജിൻഡോയും അതേ രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നത്, അതായത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. അപ്പോൾ ജിൻഡോയുടെ പരാക്രമങ്ങളും കുബുദ്ധികളും കുത്തിത്തിരിപ്പുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ജിൻഡോയെ നമ്മൾക്ക് പലർക്കും വ്യക്തമായിട്ട് അറിയാം. ജിൻഡോയുടെ ഫാൻസും അല്ലെങ്കിൽ PR ഏജൻസീസും മാത്രമാണ് ജിൻഡോയെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ ടാസ്ക് വന്നപ്പോൾ ജിൻഡോ അതിനെ ഫൺ എലമെന്റ് രീതിയിലാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. അതേസമയം തുടക്കത്തിൽ അത് നോറയെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്കൊന്ന് ഇറങ്ങാൻ ശ്രമിച്ചു ജിൻഡോ. പക്ഷേ മറ്റ് ഹൗസ്മേറ്റ്സിന്റെ എതിർപ്പിനെ തുടർന്ന് അതിൽ നിന്ന് ജിൻഡോയ്ക്ക് പിന്മാറേണ്ടി വന്നു. എന്നാൽ നോറ തുടക്കം മുതൽ തന്നെ ആ സ്ഥായിയായ ഭാവം എടുത്ത് മുഖത്തണിഞ്ഞു. വിഷമം, കരച്ചിൽ, ദുഃഖം തുടങ്ങിയ നോറയുടെ സ്ഥായിയായ ഭാവം. അതുകൊണ്ട് തന്നെ ടാസ്ക് വളരെ ബോറിംഗ് ആയിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ടാസ്ക് വരുമ്പോൾ ബിഗ് ബോസ് ഒരു 15-20 മിനിറ്റിനുള്ളിൽ തീർക്കുകയാണ് പതിവ്. ഇത്തവണ അത് കുറച്ച് നേരം നീണ്ടുപോയി. അവിടെയും നോറ കലബല വെച്ച് ആകെ ഇറിറ്റേറ്റ് ചെയ്തു. ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു നോറ. അതിനൊപ്പം ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ജിൻഡോയും. നോറ പറയുന്നതനുസരിച്ച് ജിൻഡോ വിട്ടുകൊടുക്കുന്നതിൽ ഒട്ടും. അതിനിടെ നോറ വെയിലത്ത് കൊണ്ടുപോയി പുഷപ്പൊക്കെ എടുത്തായിരുന്നു. ആ വെയിലത്തൊക്കെ കൊണ്ടുപോയി ടോർച്ചർ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ജിൻഡോ. പക്ഷെ അതിനെ ഹൗസ്മേറ്റ്സ് ഇടപെട്ട് ഒഴിവാക്കി. ആദ്യ ആഴ്ചയിൽ പുറത്തായ രതീഷ് ഇപ്പോഴും വീട്ടിൽ തുടരുന്നുണ്ട്. താൻ ആദ്യ ആഴ്ചയിൽ പുറത്തായ എന്തോ മഹത്തരമായ കാര്യമായിട്ടാണ് രതീഷ് തെറ്റിദ്ധരിക്കുന്നതെന്ന് തോന്നുന്നു. 55-56 ദിവസമായിട്ട് തുടരുന്നവരുമായിട്ടാണ് രതീഷ് തന്നെ കമ്പയർ ചെയ്യുന്നത്. എന്തായാലും രതീഷ് ഇപ്പോഴും ഓവർ തന്നെയാണ്, സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗെയിം അലൗഡ് അല്ല രതീഷിന്, അതായത് ഗെയിം കളിക്കാൻ രതീഷിന് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും ഒതുങ്ങിയിരിക്കുന്നത്. എങ്കിൽ പോലും രതീഷിനെ കാണാനും രതീഷിന്റെ ഇന്ററാക്ഷൻസ് സഹിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രതീഷ് എപ്പോഴും ഇത്തിരി ഓവർ ഹൈപ്ഡ് ആണ്, ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. രതീഷിന് മാറ്റമൊന്നുമില്ല, രതീഷിന്റെ ഒറിജിനൽ ക്യാരക്ടർ അത് തന്നെയാണ്. അപ്പോൾ ടണൽ ടീമാണ് പവർ ടീം എന്ന് നമ്മൾ അറിഞ്ഞല്ലോ. പവറിലേക്ക് ടണൽ ടീം അല്ലെങ്കിൽ ടണൽ ടീമിൽ നിന്ന് ഒരാളാണ് ക്യാപ്റ്റൻ ആകുന്നത്. ആ ക്യാപ്റ്റൻ ആയിരിക്കണം അടുത്ത പവർ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് വന്നപ്പോൾ നോറയ്ക്കായിരുന്നു ക്യാപ്റ്റൻ ആവാൻ ഏറ്റവും ആഗ്രഹം. ക്യാപ്റ്റൻ ആവണമെങ്കിൽ ആഗ്രഹം മാത്രം പോയല്ലോ, കഴിവും കൂടെ വേണ്ടേ. ക്രിക്കറ്റ് ബോൾ ടാസ്ക് ആയിരുന്നു വന്നത്. ഒരു ഓവറിൽ എത്ര വിക്കറ്റ് എടുക്കുന്നു എന്നായിരുന്നു ടാസ്ക്. നോറയ്ക്ക് ഒരു വിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അഭിഷേക് എറിഞ്ഞപ്പോൾ അഭിഷേക് മനഃപൂർവ്വം സ്റ്റമ്പിൽ കൊള്ളിക്കാതാണ് എറിഞ്ഞത്. അഭിഷേക് ക്യാപ്റ്റൻ ആവണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല. പക്ഷേ വേറെ ടൈപ്പ് വ്യക്തിയാണ്. ആക്ച്വലി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിഷേക്. പല ഇൻസിഡൻസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം വന്നു രശ്മിൻ എറിഞ്ഞു. രശ്മിന് ഒരു വിക്കറ്റ് കിട്ടി. ആ വിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ നോറയുടെ ഭാവം മാറി. നോറ ആകെ ഡെസ്പായി, അയ്യോ എൻ്റെ ക്യാപ്റ്റൻസി പോയേ എന്നുള്ളൊരു ഭാവത്തിലാണ് ചുണ്ടൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രശ്മിൻ ഒരു വിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എറിഞ്ഞ ഋഷി 3 വിക്കറ്റ് എടുത്തു. ഋഷിയാണ് അടുത്ത ക്യാപ്റ്റൻ. അപ്പോൾ ഏകദേശം അഭിഷേകും ഋഷിയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. രശ്മിൻ ഒരു വിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രമാണ് ഋഷിയും വിക്കറ്റ് എടുത്തത്. കാരണം അവർക്ക് രണ്ടുപേർക്കും ഭയമുണ്ട്. അഭിഷേകിനും ഋഷിക്കും ഭയമുണ്ട്. രശ്മിൻ ക്യാപ്റ്റൻ ആയാൽ സെലക്ട് ചെയ്യുന്ന പവർ ടീമിൽ മിക്കവാറും ഗബ്രിയും ജാസ്മിനും ഉണ്ടാകുമെന്ന്, അതായത് പവർ ടീം ഇവിടെ കയ്യിൽ നിന്ന് പോകുമെന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വമാണ് ഋഷി അവിടെ വിക്കറ്റ് എടുത്ത് ക്യാപ്റ്റൻ ആയത്. തീർച്ചയായും ഈ രശ്മിൻ എപ്പോഴും ഗബ്രി ജാസ്മിൻ ടീമിനോടൊരു ചായവുണ്ട്. അപ്പോൾ ഋഷി പ്ലാൻ ചെയ്യുന്നത് ഒരു വീക്കായിട്ടുള്ള പവർ ടീമിനെ സെലക്ട് ചെയ്യാനാണ്. എന്തായാലും ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ മാക്സിമം പവർ ടീം ഉണ്ടാവുള്ളൂ. അപ്പോൾ വീക്കായിട്ടുള്ളവരെ സെലക്ട് ചെയ്താൽ ശക്തരായ കളിക്കാർ പുറത്തുണ്ടാവും. അവരിലാരെങ്കിലും ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. വളരെ നല്ലൊരു ഗെയിം പ്ലാനാണ്. പക്ഷേ ഋഷി പറയുന്നത് 7 പേരെ പവർ ടീമിൽ എടുക്കുമെന്നാണ്. 7 പേരെ ഒന്നും പവർ ടീമിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം 4 പേരായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം 5 പേരായിരിക്കാം പവർ ടീമിൽ വരുന്നത്. അപ്പോൾ 7 പേര് എടുക്കുന്നതിന്റെ കണക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴും ശരണ്യയുടെയും ശ്രീരേഖയുടെയും പേര് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഋഷി. ഈ ശരണ്യൊക്കെ ആക്ച്വലി ഈ നോമിനേഷനിൽ വന്ന്
ആൾക്കാരുടെ ഇതറിയേണ്ടതാണ്. ആൾക്കാർ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട മത്സരാർത്ഥികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരണ്യൊന്നും കൂടുതൽ കാലം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ തന്നെ ശരണ്യ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളത് ഈ പവർ ടീം എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഈ പവർ ടീം എന്നൊരു കൺസെപ്റ്റ് വന്നതിന് ശേഷം ആക്ച്വലി ഡിസേർവിംഗ് അല്ലാത്ത കുറേ കണ്ടസ്റ്റൻസ് ഇപ്പോഴും അവിടെ ഹൗസിൽ തുടരുന്നുണ്ട് എന്നത് സത്യമാണ്. അത് ഇന്നലെ ഹൗസ് മേറ്റ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു സത്യമാണ്. കാരണം കഴിവില്ലാത്ത അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ഇല്ലാത്ത പലരും ഇപ്പോഴും തുടർന്നു പോരുന്നത് ഈ പവർ ഹൗസ് അല്ലെ പവർ ടീം എന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആ പവർ ടീമിലുള്ളവരും കൂടെ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അവരും പുറത്തു പോകാൻ തുടങ്ങും. പവർ ടീമിൽ എങ്ങനെയെങ്കിലും കയറി പറ്റിക്കഴിഞ്ഞാൽ 1-2 ആഴ്ച തട്ടിമുട്ടി അങ്ങ് പോകാം. അതോടൊപ്പം ലക്ഷറി ഉണ്ട്, ജോലിയൊന്നും ചെയ്യേണ്ട, വളരെ നല്ല കാര്യമാണ്. ഇതിനു മുമ്പ് ചലഞ്ചസിൽ ഏർപ്പെടേണ്ടായിരുന്നു, ഇപ്പോൾ ടാസ്കുകളും വന്നു തുടങ്ങി. അങ്ങനെ ടാസ്കുകളിൽ ഇവർക്ക് ഏർപ്പെടണം എന്നൊരു തീരുമാനം കൂടെ വന്നു, നല്ല കാര്യമാണ്. അതേസമയം ബിഗ് ബോസ് ജയിൽ നോമിനേഷന് തൊട്ട് മുമ്പ് വ്യക്തമായി പറഞ്ഞതാണ് ആക്റ്റീവ് അല്ലാത്തവരെ, പാർട്ടിസിപ്പേഷൻ കുറഞ്ഞവരെ സെലക്ട് ചെയ്യണമെന്ന്. എന്നിട്ടും പിന്നെയും പവർ ടീം സെലക്ട് ചെയ്തത് ഗബ്രിയും ജിൻഡോയാണ്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അവരെ എല്ലാവരും സെലക്ട് ചെയ്യേണ്ടത്. ഇഷ്ടംപോലെ പേർ അവിടെ ആക്റ്റീവ് അല്ലാത്ത ഇഷ്ടംപോലെ പേർ വേറെയും ഉണ്ട്. ഓഫ്കോഴ്സ് പവർ ടീമിലുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും അതിൽ അല്ലാത്തവരുമുണ്ട്. പവർ ടീമിലുള്ള പലരും ആക്റ്റീവ് ഒന്നുമില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ. ശ്രീരേഖയൊക്കെ എന്തൊക്കെയോ നാടകമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നൊരു നമുക്ക് അത്ര എന്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരണ്യ ആനന്ദ് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ടാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. അതിനിടെ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞു. അവസാനം ജയിലിൽ പോകുന്നത് അഭിഷേകും സിജോയും ആണെന്ന് വന്നു. അപ്പോൾ അടുത്തൊരു അടി തുടങ്ങിയാണ്. രശ്മിൻ നമ്മുടെ ജാസ്മിനോട് ക്ലാരിഫൈ ചെയ്ത് എന്തുകൊണ്ടാണ് അവൾ ജിൻഡോയെയും ഗബ്രിയെ ഒരു ടീമിലും സിജോയെയും അഭിഷേകിനെ ഒരു ടീമിലിട്ടെന്ന്. കാരണം അഭിഷേക് അവളോട് പറഞ്ഞിരുന്നു തനിക്ക് ജയിലിൽ പോകണം, താൻ തോൽക്കും, ജയിലിൽ പോകുമെന്ന്. എന്തായാലും അത് ജാസ്മിൻ ഗബ്രിയോട് പറയാൻ നിന്നപ്പോൾ ഗബ്രി അവളോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ആ കാര്യം സിജോയോടെന്ന്. പക്ഷെ ജാസ്മിൻ അത് കേട്ടത് തിരിച്ചാണ്. ജാസ്മിൻ കേട്ടത് സിജോ അവനോട് ചോദിച്ചു എന്നാണ്. കാരണം അതിനുശേഷം ഇത് പറഞ്ഞിട്ട് വലിയൊരു അടി ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. ജാസ്മിൻ പറയുന്നത് നീ നുണ പറയുകയാണ് എന്നാണ്. ഗബ്രി പറയുന്നത് ഞാൻ നുണ പറയുന്നില്ല, ഞാൻ നുണ പറയാറുണ്ട്, പക്ഷെ നിന്നോട് ഞാൻ നുണ പറയില്ല, ഈ പറഞ്ഞ നുണയല്ല. അത് പറഞ്ഞിട്ട് തർക്കവും വഴക്കും ഉണ്ടാവുകയാണ്. അവിടെ ഗബ്രിയാണ് യഥാർത്ഥത്തിൽ ശരി. ഗബ്രി പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്നാണ്. അതിനുശേഷം അവൾ ചോദിക്കുന്നുണ്ട്, എടുത്തു വയ്ക്കുന്നുണ്ട്, ചോദിച്ചോ? പിന്നീട് പറയുമ്പോൾ ഞാനെന്ന വേർഡ് ഉപയോഗിക്കുന്നില്ല, ചോദിച്ചു എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. വട്ടവർ നമ്മൾ പുറത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ എളുപ്പമാണല്ലോ. നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് എടുത്ത് കാണുകയും ചെയ്യാം. ഇവർക്കത് സാധിക്കില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ അവർ തമ്മിൽ ഇതിനു വേണ്ടി അവർ തമ്മിൽ അടി ഉണ്ടാവേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അഭിഷേകിന് ജയിലിൽ പോകണമെന്ന് പറഞ്ഞാൽ അവൻ കളിച്ചു തോറ്റു. അത് അവരുടെ ഇഷ്ടമില്ല, അവൻ്റെ ഇഷ്ടമില്ല. നിങ്ങളാരാണ് അതിൻ്റെ ഇടയ്ക്ക് പോയി ഇടപെടാൻ? എനിക്ക് ഗബ്രി പറയുന്നുണ്ടായിരുന്നു ഞാൻ രശ്മിനോട് പോയി ഇങ്ങനെ പറയും അങ്ങനെ പറയും, രശ്മിനെ താങ്ങാൻ പറ്റില്ല എന്ന് അങ്ങോട്ട് പോയി പറയാൻ പറഞ്ഞു. രശ്മിൻ തിരിച്ചും നല്ലപോലെ പറയും, ഒരു പ്രശ്നവുമില്ല. ഇന്നലെ തന്നെ അൻസിബയും ശ്രീരേഖയും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗബ്രിക്ക് വോയിസ് വന്നു തുടങ്ങുന്നത് സിജോയും റോക്കിയും പോയതിനു ശേഷമാണ്. അതിനു മുമ്പ് ഗബ്രിക്ക് അത്ര വോയിസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഗബ്രിയെ അടിച്ചിരുത്താൻ തക്ക പാങ്ങ് റോക്കിക്കും സിജോയ്ക്കും ഉണ്ടായിരുന്നു. സിജോ ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷന് ശേഷം ഇപ്പോൾ മടങ്ങി വന്നപ്പോൾ കുറച്ച് ഡൗൺ ആണ്. അത് തിരിച്ചു വരും, കുഴപ്പമൊന്നുമില്ല. ഗബ്രിയെ അടിച്ചിരുത്താൻ സിജോ മതി. സിജോ റോക്കി കൊണ്ടുണ്ടായിരുന്നെങ്കിൽ ഗബ്രി ഒന്നും ആവില്ല എന്നാണ് മുമ്പിൽ. അതിനുള്ള കുതന്ത്രവും തന്ത്രമൊക്കെ ഇവർക്കും അറിയാം, സംസാരിക്കാനും അറിയാം. റോക്കിക്ക് അത്ര സംസാരിക്കാൻ അറിയില്ല എങ്കിലും സിജോയ്ക്ക് കൃത്യമായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ കൺവേ ചെയ്യാനും അറിയാം. വാക്ചാതുര്യം നല്ല രീതിയിലുണ്ട് സിജോയ്ക്ക്. അപ്പോൾ വൈകിട്ടായപ്പോൾ നമ്മുടെ ടീം ജയിലിലേക്ക് പോയി. ഇത്രയും സന്തോഷത്തോടെ ജയിലിലേക്ക് പോയ വേറെ ടീമിനെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അഭിഷേക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആ ജയിലിൽ പോകുന്നതിന് ഒരു ആഘോഷമാക്കി അതൊരു കണ്ടന്റാക്കി നമുക്ക് തന്നു. അത് കാണാൻ രസമുള്ള പരിപാടിയാണ്. ജയിലെന്നൊരു ശിക്ഷയാണ്, അത് ഹൗസ് മേറ്റ്സിൽ കൊടുക്കുന്ന ശിക്ഷയാണ്. അതൊരു വലിയ ക്രൈം ചെയ്തിട്ടൊന്നുള്ള ശിക്ഷ അല്ലല്ലോ, അവിടെ ഉള്ളവർ തീരുമാനിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒരു ആഘോഷമാക്കി തന്നെയാണ് അഭിഷേക് പോയത്. അതൊരു നല്ല കണ്ടന്റ് ആയിരുന്നു. ഒരു കാണാൻ ഒരു രസമുണ്ടായിരുന്നു അവർ രണ്ടുപേരും ജയിലിൽ പോകുന്നത്. അതിനു മുമ്പ് സ്പോൺസേഡ് ടാസ്ക് ഒക്കെ വന്നു. നമ്മളുടെ ഐസ്ക്രീമിന്റെ സ്ഥിരം ടാസ്ക്, അതിൽ റിട്രോ ആഡ് ചെയ്ത ടീമാണ് വിജയിച്ചത്. റിട്രോ ആഡ് പഴയ കാലത്തെ പെണ്ണ് കാണലായിരുന്നു, അത് ചെയ്ത ടീമാണ് വിജയിച്ചത്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പല പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിന്റെ ടീമിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ള ഈ പവർ ടീം എന്നുള്ള കൺസെപ്റ്റ് ഇനിയും ഉടച്ചു വാർക്കേണ്ട ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഡിസേർവിംഗ് അല്ലാത്ത പലരും അവിടെ കണ്ടിന്യൂ ചെയ്യും. അവരൊന്നും അവിടെ ആവശ്യമില്ല. സത്യത്തിൽ അവരൊന്നും കോണ്ടന്റ് കൊടുക്കുന്നില്ല, അവരൊന്നും ആക്റ്റീവ് അല്ല. അവർ ജസ്റ്റ് ആ പവർ ടീം എന്ന ആ ഒരു ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക മാത്രമാണ്. അപ്പോൾ ഇന്നലെ ആയപ്പോൾ ജയിൽ നോമിനേഷൻ വന്നു. ജയിൽ നോമിനേഷൻ ഇത്തവണ 4 പേരായിരുന്നു നോമിനേറ്റ് ചെയ്യേണ്ടത്. 2 പേരെ പവർ ടീമിൽ നിന്നും 2 പേരെ പുറത്ത് നിന്നും. അപ്പോൾ പവർ ടീം നോമിനേറ്റ് ചെയ്തത് ഗബ്രിയെയും ജിൻഡോയെയുമാണ്. അതിൽ ഗബ്രിയെ നോമിനേറ്റ് ചെയ്ത ടീമിൽ ശരണ്യയും ശ്രീരേഖയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കോമഡി.
ഈ പവർ ടീമിൽ തന്നെയായിരുന്നു ഗബ്രി ഉണ്ടായിരുന്നത്. ഗബ്രി വിചാരിച്ചിരുന്നെങ്കിൽ ആ പവർ ടീമിൽ തുടരാമായിരുന്നു. കാരണം ഇതിനു മുമ്പുള്ള ചലഞ്ചസ് എല്ലാം ഗബ്രി ഉള്ളത് കൊണ്ട് മാത്രമാണ് പവർ ടീം ജയിച്ചതും പവർ ടീം കണ്ടിന്യൂ ആയതും. എന്നിട്ടും ഗബ്രിയും ഋഷിയും സ്വയം സാക്രിഫൈസ് ചെയ്ത് വോളണ്ടറിലി പവർ ടീമിൽ നിന്ന് പുറത്തു പോയതാണ്. ആ ഗബ്രിയെ ഇവരടങ്ങുന്ന ടീം, അവർ പറയുന്നത് സായിയാണ് സെലക്ട് ചെയ്തതെന്നാണ്. എന്ത് പറഞ്ഞാലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് എതിർത്തിരുന്നെങ്കിൽ ഗബ്രി വീണ്ടും ജയിലിൽ പോകേണ്ടി വരില്ലായിരുന്നു, അല്ലെങ്കിൽ ജയിൽ നോമിനേഷനിലേക്ക് വരില്ലായിരുന്നു. എന്തായാലും അങ്ങനെ 4 പേരെ സെലക്ട് ചെയ്തു. പിന്നീടാണ് ബിഗ് ബോസ് പറയുന്നത് 4 പേർ പോകേണ്ട, 2 പേർ പോയാൽ മതി. അതിനൊരു ടാസ്ക് കൊടുത്തു, ഒരു ബ്രഷ് കുപ്പിയിലിരുന്ന ഗ്ലാസ്സിലിരുന്ന ടാസ്ക്. ഗബ്രിയുടെ ഒരു പ്രത്യേകത, ഗബ്രി തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെ ആശാനാണ്. അതുപോലെ തന്നെ ഭയങ്കര കോൺഫിഡൻറ്റുമാണ്. എന്ത് ഗെയിം വന്നാലും കോൺഫിഡൻ്റ്ലിയാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഗബ്രിയുള്ള ടീം ജയിക്കാൻ എപ്പോഴും സാധ്യത കൂടുതലാണ്. ഇവിടെ അത് തന്നെ സംഭവിച്ചു. ഗബ്രിയും ജിൻഡോയും അടങ്ങുന്ന ടീം ജയിച്ചു. അവർ ജയിൽ നോമിനേഷനിൽ നിന്ന് മുക്തരായി. സിജോ, അഭിഷേക് ടീമാണ് ജയിലിൽ പോയത്. ഇവിടെയുള്ള ഒരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ അഭിഷേകിന് ജയിലിൽ പോകണമായിരുന്നു, അതുകൊണ്ട് മനഃപൂർവ്വം തോറ്റതാണ് എന്നും ഇവർ പറയുന്നുണ്ട്. അഭിഷേക് ഓൾറെഡി രശ്മിനോട് പറഞ്ഞിരുന്നു തനിക്ക് ജയിലിൽ പോകണമെന്ന്. അതുകൊണ്ട് അഭിഷേക് മനഃപൂർവ്വം തോറ്റു കൊടുത്തതാണ് എന്നും പറയുന്നുണ്ട്. അതേസമയം തന്നെ ജിൻഡോയെയും ഗബ്രിയെയും ഒരു ടീമിലാക്കിയത് ഹൗസ്മേറ്റ്സിന്റെ മറ്റൊരു കളിയായിരുന്നു. അഥവാ ഇവർ തോറ്റാൽ ഇവർ ഒരുമിച്ച് ജയിലിൽ പോകുമ്പോൾ അവിടെ കുറച്ച് കണ്ടന്റ് വരും, അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസ് ഇവർക്ക് ആവശ്യമായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ ഗബ്രിയും ജിൻഡോയും കളിച്ചു ജയിച്ചു. ജിൻഡോ പാരൊന്നും വെക്കാത്തതുകൊണ്ട്, ജിൻഡോയ്ക്ക് ഇനിയും ജയിലിൽ പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയും കഴിച്ച് ജയിലിൽ പോയി, ഈ ആഴ്ചയും പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും ജിൻഡോ പാരയൊന്നും വെച്ചില്ല, അവർ ഗെയിം ജയിച്ചു. അത്തരക്കാരെ ഹൗസിൽ നിന്ന് പുറത്താക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി പവർ ടീം എന്നുള്ള കൺസെപ്റ്റ് ഒഴിവാക്കുക. അതല്ലെങ്കിൽ പവർ ടീമിലുള്ളവർക്ക് ബാക്കി അധികാരങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അവരും നോമിനേഷനിൽ വരും എന്ന് തീരുമാനിക്കുക. അത്രേ ഉള്ളൂ. അവരും നോമിനേഷനിൽ വന്നോട്ടെ. നോമിനേഷനിൽ വന്ന് അവർക്ക് വോട്ട് കിട്ടുന്നില്ലെങ്കിൽ അവർ പുറത്തായിക്കോട്ടെ. അതാകുമ്പോൾ ബാക്കി ലക്ഷറിയും ബാക്കി അധികാരവും ഒക്കെ ഉണ്ടെങ്കിലും അവരും ജനങ്ങളുടെ കണക്കെടുപ്പിന്, ജനങ്ങളുടെ തീരുമാനത്തിന് വിധേയരായിരിക്കും. ഇപ്പോൾ അവർ ജനങ്ങളുടെ തീരുമാനത്തിന് വിധേയരാവുന്നില്ല എന്നതാണ് പ്രശ്നം. ജനങ്ങൾക്കും തീരുമാനിക്കാൻ അവകാശമുണ്ടല്ലോ ഇതിൽ ആര് തുടരണമെന്ന്, തങ്ങൾ ആരാണ് എന്റർടൈൻ ചെയ്യുന്നതെന്ന് പറയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ജനങ്ങളുടെ വോട്ടെടുപ്പിന് ഇവരും വിധേയരാകുമ്പോൾ അവർ കുറച്ചുകൂടെ കളിക്കാൻ നിർബന്ധിതരാകും, കുറച്ചുകൂടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നിർബന്ധിതരാകും. ഇപ്പോൾ പവർ ടീമിന് ആ ഒരു ബാധ്യതയില്ല. അവർക്ക് ആ ഒരാഴ്ച സുഖമായിട്ടിരിക്കാം. അവർക്ക് അവിടെയുള്ള ചലഞ്ച് ജയിച്ചാൽ മാത്രം മതി. ആ ചലഞ്ച് അല്ലെങ്കിൽ ടാസ്ക് ജയിച്ചാൽ മാത്രം മതി. ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ടെടുപ്പിന് വേണ്ടി അവർ വരുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ പിന്നണിയിലുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാം, ഇവരും നോമിനേഷനിൽ വരും എന്നൊരു തീരുമാനമെടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ആവും. നിങ്ങളുടെ എൻ്റെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം, ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം, കണ്ടസ്റ്റൻസിനെ പറ്റിയുള്ള അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.